വാഹനങ്ങൾ വാടകയ്ക്കെടുത്ത് തട്ടിപ്പ് നടത്തുന്ന യുവാവ് പാലക്കാട് പിടിയിലായ റിപ്പോർട്ടാണ് ക്രൈം നമ്പർ 1. ആലത്തൂർ സ്വദേശി അനൂപിനെ പാലക്കാട് സൗത്ത് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്ന് 6 വാഹനങ്ങളും പോലീസ് പിടിച്ചെടുത്തു. വാടകയ്ക്കെടുക്കുന്ന വാഹനങ്ങൾ ബംഗളൂരുവിലെത്തിച്ച് വിറ്റുവരികയായിരുന്നു ഇയാളെന്ന് പോലീസ് പറയുന്നു. ഞാൻ ജൂലൈ 10-ാം തീയതി ആലത്തൂരുള്ള ഫാസിൽ എന്ന് പറഞ്ഞ പയ്യന് വാടകയ്ക്ക് കൊടുത്തു. ആഗസ്റ്റ് മാസം 10-ാം തീയതി വരെയുള്ള ഒരു മാസത്തെ കരാറിൽ അവൻ അത് അനൂപ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് കൊടുത്തു. അവൻ അനൂപിന്റെ മീഡിയേറ്ററാണ്. അനൂപിന് വണ്ടി ഈ 4 വണ്ടി അനൂപിന് ഫാസിൽ എന്ന് പറഞ്ഞ ആലത്തൂരുള്ള ഫാസിൽ എന്ന് പറഞ്ഞ പയ്യനാണ് എടുത്തു കൊടുത്തു. പാലക്കാട് സ്വദേശി ശരത് നൽകിയ പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ആലത്തൂർ സ്വദേശി അനൂപ് പിടിയിലായത്. ആളുകളിൽ നിന്ന് വാഹനങ്ങൾ ദിവസവാടകയ്ക്ക് എടുത്തുകൊണ്ടുപോയി തമിഴ്നാട്ടിലും കർണാടകയിലും പണയം വെച്ച് ലക്ഷങ്ങൾ ഇയാൾ തട്ടിയെടുത്തതായി പോലീസ് പറഞ്ഞു. പരാതിക്കാരനായ ശരത്തിന്റെ വാഹനം 3 മാസം മുമ്പാണ് വാടകയ്ക്ക് എടുത്തുകൊണ്ടുപോയി ഹൊസൂരിൽ പണയം വെച്ചത്. വധശ്രമ കേസിൽ ഒളിവിൽ കഴിയവെയാണ് അനൂപ് തട്ടിപ്പ് നടത്തിയതെന്നും പോലീസ് പറഞ്ഞു. കൂടുതലായിട്ട് അന്വേഷിച്ചതിൽ നിരവധി വണ്ടികൾ ഈ അനൂപ് ഈ വധശ്രമ കേസിൽ ഒളിവിലായിരിക്കുന്ന സമയത്ത് കർണാടകത്തിന്റെയും തമിഴ്നാടിന്റെയും പല ഭാഗങ്ങളിലായി കൊണ്ടുപോയി പണയം വെച്ചു എന്ന് മനസ്സിലാക്കുകയുണ്ടായി. അനൂപിനെ ചോദ്യം ചെയ്തതിൽ മൊത്തം 6 വാഹനങ്ങൾ തമിഴ്നാടിന്റെയും കർണാടകത്തിന്റെയും പല ഭാഗങ്ങളിലായി പണയപ്പെടുത്തിയിട്ടുണ്ട്. ഉടമസ്ഥന്മാരുടെ കയ്യിൽ നിന്നും പരിചയക്കാർ മുഖേന തൽക്കാലം വാടകയ്ക്കെടുത്ത് പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ലക്ഷക്കണക്കിന് രൂപയ്ക്ക് പണയപ്പെടുത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാവുകയും ചെയ്തു. ബംഗളൂരു, ഹൊസൂർ, സർജാപൂർ എന്നിവിടങ്ങളിൽ നിന്നായാണ് 6 വാഹനങ്ങൾ പോലീസ് കണ്ടെടുത്തത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. CET എഞ്ചിനീയറിംഗ് കോളേജിലെ ഓണാഘോഷത്തിനിടെ വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ മുഖ്യപ്രതി ബൈജുവിനെ 2 ആഴ്ചത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതിയെ റിമാൻഡ് ചെയ്തത്. ബൈജുവിനെ കോളേജിലെത്തിച്ച് തെളിവെടുക്കാനായി പോലീസ് ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. തിരുവനന്തപുരം CET എഞ്ചിനീയറിംഗ് കോളേജിൽ ഓണാഘോഷത്തിനിടെ വിദ്യാർത്ഥി ജീപ്പ് പിടിച്ച് മരിച്ച സംഭവത്തിൽ പോലീസിന് മുമ്പാകെ കീഴടങ്ങിയ ബൈജുവിനെ പോലീസ് കോടതിയിൽ ഹാജരാക്കി. ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ബൈജുവിനെ 14 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തത്. പ്രതിയായ ബൈജുവിനെതിരെ സംഘം ചേർന്ന് കുറ്റകൃത്യം നടത്തിയതിന് IPC 343, 344, 349, മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് IPC 304, തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിന് IPC 201 എന്നീ വകുപ്പുകളാണ് ചുമത്തിയത്. സംഭവത്തിൽ ബൈജുവിനെ കൂടാതെ ഇനിയും 7 പേർ കൂടി പ്രതികളാണ്. അവർക്കെതിരെയും സമാനമായ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. 2002-ൽ അപകടത്തിൽ മരിച്ച അമിതാ ശങ്കറിന്റെ മരണത്തെ തുടർന്ന് കോളേജ് അധികാരികൾ ക്യാമ്പസിനുള്ളിൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി പ്രസിദ്ധീകരിച്ച സർക്കുലർ ഹാജരാക്കാൻ കോളേജ് അധികാരികൾക്ക് പോലീസ് നിർദ്ദേശം നൽകി. സംഭവം നടന്ന ദിവസം വിദ്യാർത്ഥികളെ ക്യാമ്പസ് ഗേറ്റിന് മുന്നിൽ തടഞ്ഞിരുന്നു എന്ന സെക്യൂരിറ്റി ജീവനക്കാരന്റെ മൊഴി നിർണായകമാവും. ബൈജുവിനെ സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുത്താൽ ആക്രമണമുണ്ടായേക്കും എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് മാറ്റിവെച്ച തെളിവെടുപ്പ് എന്ന് നടത്തണമെന്ന് പോലീസ് തീരുമാനിച്ചിട്ടില്ല. ഇതിനായി ബൈജുവിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനുള്ള അപേക്ഷ പോലീസ് വൈകാതെ കോടതിയിൽ സമർപ്പിക്കും. സംഭവത്തിൽ ഉൾപ്പെട്ട മറ്റു പ്രതികൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അടൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഫയർ എഞ്ചിൻ ഓണാഘോഷത്തിന് നൽകിയ സംഭവത്തിൽ 6 ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടായി. ഫയർഫോഴ്സ് കമാൻഡന്റ് ജനറലാണ് നടപടിയെടുത്തത്. ഓണാഘോഷത്തിന് ഫയർ എഞ്ചിൻ ഉപയോഗിച്ച സംഭവത്തിൽ ചട്ടങ്ങളും മാർഗനിർദ്ദേശങ്ങളും പാലിച്ചോ എന്ന് പരിശോധിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല DGPക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അടൂർ IHRD എഞ്ചിനീയറിംഗ് കോളേജിലെ ഓണാഘോഷത്തിനിടെ അഗ്നിശമന സേനയുടെ വാഹനം ദുരുപയോഗം ചെയ്തതിന് 6 ഫയർഫോഴ്സ് ജീവനക്കാരെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. അടൂർ ഫയർഫോഴ്സ് യൂണിറ്റിലെ T. ഗോപകുമാർ, B. യേശുദാസൻ, TP ദിലീപ്, S. സോമരാജൻ, N. രാജേഷ്, K. ശ്യാംകുമാർ എന്നിവർക്കെതിരെയാണ് നടപടി. ഇവരുടെ കൂടെയുണ്ടായിരുന്ന ഹോംഗാർഡിനെതിരെ നടപടി സ്വീകരിക്കാൻ ജില്ലാ അധികാരികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോട്ടയം അസിസ്റ്റന്റ് ഡിവിഷണൽ ഓഫീസർ റെജി V. കുര്യാക്കോസ് നടത്തിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് DGP ജേക്കബ് തോമസ് നടപടി കൈക്കൊണ്ടത്. സുരക്ഷയ്ക്ക് ഉപയോഗിക്കേണ്ട വാഹനത്തിന് മുകളിൽ അപകടമാംവിധം വിദ്യാർത്ഥികളെ കയറാൻ അനുവദിച്ചത് കൃത്യവിലോപമാണെന്നാണ് കണ്ടെത്തൽ. കൂടാതെ വെള്ളമൊഴുക്കാനുള്ള പൈപ്പ് വിദ്യാർത്ഥികൾ നിയന്ത്രിച്ചതും ഉദ്യോഗസ്ഥർക്ക് വിനയായി. ഫയർ എഞ്ചിൻ ആവശ്യപ്പെട്ട് നൽകിയ അപേക്ഷയ്ക്ക് ആധികാരികത ഇല്ലെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം KSRTC ബസ് ആർക്കും വാടകയ്ക്ക് നൽകിയിട്ടില്ലെന്ന് KSRTC അധികൃതർ വ്യക്തമാക്കി. എന്നാൽ കോളേജിൽ ആഘോഷങ്ങൾക്ക് അനുമതി നൽകാത്തതിന്റെ പ്രതിഷേധമാണ് വിദ്യാർത്ഥികൾ റോഡിൽ കാണിച്ചതെന്നാണ് കോളേജ് അധികൃതരുടെ ഭാഷ്യം. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. NCC കേഡറ്റ് ധനുഷ് കൃഷ്ണ വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ NCCയുടെ കോർട്ട് ഓഫ് എൻക്വയറി താൽക്കാലികമായി നിർത്തിവെച്ചു. ഫോറൻസിക് റിപ്പോർട്ട് കൂടി ലഭിച്ച ശേഷം അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കാമെന്നാണ് NCC പോലീസ് അന്വേഷണ സംഘങ്ങളുടെ തീരുമാനം.
കഴിഞ്ഞ 11-ന് വെസ്റ്റ് ഹിൽ NCC ബാരക്കിൽ വെടിയേറ്റ് മരിച്ച ധനുഷ് കൃഷ്ണയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ബന്ധുക്കൾ ഉൾപ്പെടെ ആരോപണമുന്നയിച്ച സാഹചര്യത്തിലാണ് ഫോറൻസിക് പരിശോധന കൂടി പൂർത്തിയാക്കിയ ശേഷം അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കിയാൽ മതിയെന്ന് NCC അന്വേഷണ സംഘം തീരുമാനമെടുത്തത്. ഫോറൻസിക് പരിശോധനാ ഫലം 2 ആഴ്ചക്കകം ലഭ്യമാക്കാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിനുശേഷം മാത്രമേ അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കൂ എന്ന് ഡെപ്യൂട്ടി കമാൻഡന്റ് നന്ദകുമാർ പറഞ്ഞു. ഞങ്ങളുടെ ലീഗൽ ജാഗ് ബ്രാഞ്ച് പറഞ്ഞു വിതൗട്ട് ഫോറൻസിക് റിപ്പോർട്ട് ഈ ദിസ് കോർട്ട് ഓഫ് ഇൻക്വയറി കനോട്ട് ബി ഫൈനലൈസ്ഡ്. അതുകൊണ്ട് വി ഹാവ് ടു വെയിറ്റ് ഫോർ ദ ഫോറൻസിക് റിപ്പോർട്ട്. അപ്പം ഫോറൻസിക് റിപ്പോർട്ട് ആസ് പെർ ആർ ദിസ് തിങ് ഇറ്റ് വിൽ ടേക്ക് സം ടൈം. അപ്പം മിനിമം 2 weeks എന്നാണ് പറഞ്ഞത്. ബട്ട് വി ആർ ട്രൈങ് എ ലെവൽ ബെസ്റ്റ് ടു ഗെറ്റ് ഇറ്റ്. അപ്പം ദർ വാസ് നോ പോയിന്റ് ഇൻ ദ കോർട്ട് സിറ്റിംഗ് ഹിയർ വെയിറ്റിംഗ് ഫോർ ഇറ്റ്. അപ്പം ആസ് സൂൺ ആസ് വി ഗെറ്റ് ദ ഫോറൻസിക് റിപ്പോർട്ട് അവർ ഉടനെ തിരിച്ചു വന്നിട്ട് then they will finalize and submit it. എന്നാൽ നിരവധി കേസുകൾ കെട്ടിക്കിടക്കുന്നതിനാൽ ഫോറൻസിക് പരിശോധനാ ഫലം ലഭിക്കാൻ കാലതാമസമെടുക്കുമെന്നാണ് സൂചന. ഈ സാഹചര്യത്തിൽ ബ്രിഗേഡിയർ രജനീത് സിൻഹയും കേണൽമാരായ അശ്വിൻ ദേവും MR ചൌധരിയും അന്വേഷണം താൽക്കാലികമായി നിർത്തിവെച്ച് കഴിഞ്ഞ ദിവസം മടങ്ങി. ഫോറൻസിക് പരിശോധനാ ഫലം ലഭിച്ചാലുടൻ വിവരമറിയിക്കണമെന്ന് പോലീസ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന സൌത്ത് പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ ജോസി ചെറിയാനോട് ബ്രിഗേഡിയർ രജനീത് സിൻഹ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി സഹകേഡറ്റുകളിൽ നിന്നും NCC ഓഫീസർമാരിൽ നിന്നുമെല്ലാം സംഘം വിശദമായ മൊഴിയെടുത്തിരുന്നു. അന്വേഷണത്തിൽ കണ്ടെത്തിയ രേഖകളെല്ലാം വെസ്റ്റ് ഹിൽ NCC ബാരക്കിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോലീസ് അന്വേഷണ സംഘവും ഫോറൻസിക് പരിശോധനാ ഫലം പുറത്തുവന്ന ശേഷം അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കിയാൽ മതിയെന്ന തീരുമാനത്തിലാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 7,500 രൂപയുടെ കള്ളനോട്ടുമായി ഒരാൾ പിടിയിലായത് എറണാകുളം ജ്യൂസ് സ്ട്രീറ്റിലെ രാജസ്ഥാൻ സ്വദേശിയായ തുണി വ്യാപാരിയാണ്. ഒറിജിനലിനെ വെല്ലുന്ന വ്യാജനെ ബാങ്കുകളിൽ പോലും തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണെന്ന് പോലീസ് പറയുന്നു. എറണാകുളം ജ്യൂസ് സ്ട്രീറ്റിലെ രാജസ്ഥാൻ സ്വദേശിയായ തുണി വ്യാപാരി ദിനേശ് കുമാറാണ് അറസ്റ്റിലായത്. ഇയാളുടെ പുല്ലേപ്പടിയിലുള്ള താമസ സ്ഥലത്ത് നിന്ന് 7,500 രൂപയുടെ കള്ളനോട്ടുകൾ പോലീസ് പിടിച്ചെടുത്തു. ഇതോടൊപ്പം സൂക്ഷിച്ചിരുന്ന 16,500 രൂപയും കണ്ടെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കള്ളനോട്ട് മാറാൻ ശ്രമിച്ച സംഭവത്തിൽ ആലുവയിൽ പിടിയിലായ രാജസ്ഥാൻ സ്വദേശി പവൻലാലിന്റെ സുഹൃത്താണ് ഇയാൾ. എറണാകുളം പുല്ലേപ്പടിയിലുള്ള അയാൾ താമസിക്കുന്ന വീട് റെയ്ഡ് ചെയ്യുകയും അവിടുന്ന് ഒരു 500ന്റെ കള്ളനോട്ടും 7,000ന്റെ കള്ളനോട്ടും ഉൾപ്പെടെ അവിടുന്ന് പിടികൂടിയിരുന്നു. അതിനെ തുടർന്ന് ദിനേശ് എന്നുള്ള രാജസ്ഥാൻ സ്വദേശി നമ്മൾ അവിടുന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അവർ മനസ്സിലാക്കിയത് അവരവിടെ ഒരു ഫാൻസി ഷോപ്പ് നടത്തുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതിനോട് ബന്ധപ്പെട്ട് മറ്റുള്ളവർ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് കൂടുതലായിട്ട് പോലീസ് അന്വേഷിച്ചു വരികയാണ്. മുംബൈ സ്വദേശിയായ മുകേഷ് എന്നയാളാണ് കള്ളനോട്ട് നൽകിയതെന്നാണ് ഇരുവരും പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. പിടിച്ചെടുത്ത നോട്ടുകൾ യഥാർത്ഥ നോട്ടുകളോട് കിടപിടിക്കുന്നവയായതിനാൽ പാകിസ്ഥാനിൽ അച്ചടിച്ചതാണെന്നാണ് പോലീസ് കരുതുന്നത്. ഒറ്റനോട്ടത്തിൽ കള്ളനോട്ടാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തവ ബാങ്കുകളിൽ വിശദമായ പരിശോധന നടത്തിയാണ് സ്ഥിരീകരിച്ചത്. അന്യസംസ്ഥാന വ്യാപാരികളെ കേന്ദ്രീകരിച്ച് വൻതോതിൽ കള്ളനോട്ടുകൾ വിതരണം ചെയ്യപ്പെടുന്നുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ്. കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥർ ഇവരെ ചോദ്യം ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഓപ്പറേഷൻ കുബേരയിൽ പരാതിപ്പെട്ടിട്ട് മാസങ്ങൾ കഴിഞ്ഞെങ്കിലും അധികൃതർ നടപടി സ്വീകരിക്കാത്തതിനാൽ ആത്മഹത്യയുടെ വക്കീലാണ് കൊച്ചിയിലെ ഒരു കുടുംബം. നൽകാനുള്ള പണത്തിന്റെ പല മടങ്ങ് തുക തിരികെ നൽകിയെങ്കിലും ഈടായി നൽകിയ ആധാരം മടക്കി നൽകുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കടക്കം പരാതി നൽകിയിട്ടും പോലീസ് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. കൊച്ചി എളങ്കുന്നപ്പുഴ സ്വദേശി PK രാജനും കുടുംബവുമാണ് പോലീസിന്റെ അനാസ്ഥ കാരണം ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്നത്. മത്സ്യത്തൊഴിലാളിയായിരുന്ന രാജന്റെ അമ്മ 17.25 സെന്റ് സ്ഥലത്തിന്റെ ആധാരം ബാങ്കിൽ പണയം വെച്ച് കുറച്ച് പണം വാങ്ങിയിരുന്നു. ഈ തുക തിരിച്ചടയ്ക്കാനാവാത്തതിനെ തുടർന്ന് ബാങ്ക് സ്ഥലം ജപ്തി ചെയ്യാൻ ഉത്തരവിട്ടു. ആധാരം തിരിച്ചെടുക്കാൻ സുഹൃത്തുക്കളിൽ നിന്ന് വാങ്ങിയ പണം തിരിച്ചു നൽകാൻ ലോൺ ആവശ്യപ്പെട്ടാണ് രാജൻ ആദ്യമായി ബാബു എന്നയാളെ സമീപിക്കുന്നത്. മറൈൻ ഇന്ത്യൻ എക്സ്പോർട്ടിംഗ് എന്ന പേരിൽ കമ്പനി നടത്തുകയായിരുന്ന ബാബു സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിൽ നിന്നും വീണ്ടും ആധാരം പണയം വെപ്പിച്ച് 6 ലക്ഷം രൂപ വാങ്ങി. ഇതിൽ 3 ലക്ഷം രൂപ മാത്രമാണ് രാജന് നൽകിയത്. തുടർന്ന് എല്ലാ മാസവും രാജൻ 3 ലക്ഷം രൂപയുടെ പലിശ ബാബുവിന് നൽകിയിരുന്നു. അതിനിടയിലാണ് രാജന്റെ മകളുടെ വിവാഹം വന്നത്. മകളുടെ വിവാഹത്തിന് പണമില്ലാതെ ബുദ്ധിമുട്ടിയ രാജന് വിദ്യാധരൻ എന്നയാൾ വീടും സ്ഥലവും പണയപ്പെടുത്തി 5 ലക്ഷം രൂപ സ്റ്റാൻലി, ഐസൻ, രാജീവ് എന്നിവരിൽ നിന്നായി വാങ്ങിച്ചു നൽകി. അതിൽ നിന്നും 2 ലക്ഷം വിദ്യാധരൻ തന്നെ വാങ്ങുകയും ചെയ്തു. വാങ്ങിച്ച പണം തിരിച്ചു നൽകാനില്ലാത്തതിനാൽ സ്വന്തം പുരയിടത്തിൽ നിന്ന് 10 സെന്റ് സ്ഥലം രാജൻ ഇവർക്ക് എഴുതി നൽകി. വഴിയോട് ചേർന്ന് നേരെയുള്ള സ്ഥലം വേണമെന്നും അതിന് തന്റെ വീടിന്റെ ഒരു ഭാഗം പൊളിച്ചു കൊടുക്കണമെന്നും പറഞ്ഞ് അതും ചെയ്തു കൊടുത്തു രാജൻ. സ്ഥലം നൽകിയതിന് 10 ലക്ഷം മാത്രമാണ് അവർ രാജന് നൽകിയത്. പകരം നൽകാനുണ്ടായിരുന്ന സ്ഥലത്തിന്റെ ആധാരവും തിരിച്ചു നൽകിയിരുന്നില്ല. തുടർന്ന് കുബേരയിൽ പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല. ഞാൻ പല പ്രാവശ്യം ചെന്നപ്പോൾ പറഞ്ഞ് എന്നോട് കോടതി ഇവരെ ആരും കിട്ടിയിട്ടില്ല മുഴുവനായിട്ടും. ഞാൻ 2 പേരുടെ ഫോൺ നമ്പറൊക്കെ സംഘടിപ്പിച്ചു കൊടുത്തു. പിന്നെ മറ്റുള്ളവരുടെയും കൂടി ഫോൺ നമ്പർ സംഘടിപ്പിച്ച് കൊടുക്കണമെന്നൊക്കെ അവരാവശ്യപ്പെട്ടു. പിന്നെ ഒരു ഗതിയില്ലാണ്ട് വരുമ്പോൾ എല്ലാം മറന്ന് ചിലപ്പോൾ ചെയ്യേണ്ടി വരും. പണമില്ലാത്തതിനാൽ മറൈൻ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയ മകനും തിരിച്ചു വന്നു.
അവസാന പ്രതീക്ഷ എന്ന നിലയിലാണ് രാജനെ പോലെയുള്ളവർ കുബേരയിൽ പരാതി നൽകുന്നത്. പക്ഷേ പരാതിയിൽ കൃത്യമായ നടപടി സ്വീകരിക്കാത്ത പോലീസിന്റെ നടപടി മറ്റൊരു രീതിയിൽ കുബേരന്മാർക്ക് സഹായകമാവുകയാണ്. കൊച്ചിയിൽ നിന്നും ബിജേഷ് നടുവിൽ. ഓപ്പറേഷൻ കുബേരയിൽ നടപടിയില്ല. പാലക്കാട് വീണ്ടും ചിട്ടി കമ്പനിയുടെ തട്ടിപ്പ്. ചിറ്റൂർ കല്യാണപ്പേട്ട സ്വദേശി രാമദാസനിൽ നിന്ന് 2.5 ലക്ഷം രൂപ തട്ടിയെടുത്തതായി പരാതി. തമിഴ്നാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗായത്രി ചിട്ടിക്ക് പോലീസ് സഹായം ലഭിക്കുന്നതായും ആക്ഷേപമുയരുകയാണ്. 1.5 വർഷം മുമ്പാണ് മകളുടെ വിവാഹം ലക്ഷ്യമാക്കി രാമദാസ് 4.5 ലക്ഷം രൂപയുടെ സ്വകാര്യ ചിട്ടിയിൽ ചേരുന്നത്. കടയിലെത്തുന്ന ഏജന്റ് വഴി 414 ദിവസങ്ങളിലായി 600 രൂപ വീതം അടച്ചു. 50,000 രൂപ കുറച്ച് ചിട്ടി സ്വന്തമാക്കിയ രാമദാസിനെ എഴുത്തും വായനയും അറിയില്ലെന്ന തിരിച്ചറിവിൽ ചിട്ടിയുടമകൾ കബളിപ്പിക്കുകയായിരുന്നു. പാസ്ബുക്കിൽ ഇയാളുടെ ഒപ്പ് വ്യാജമായി രേഖപ്പെടുത്തി 2,10,000 രൂപ കൊടുത്തതായി എഴുതി ചേർത്തു. ഇതിനുശേഷം 1 ലക്ഷം രൂപയുമായി സംഘം രാമദാസിനെ സമീപിച്ചു. ചീട്ട് ഞാൻ അടക്കുകയാണ്, നിങ്ങൾ കിട്ടുന്നത് വാങ്ങി 1 ലക്ഷം റുപ്യ കൊടുത്തയച്ചിട്ടുണ്ട്, അത് വാങ്ങി ഒപ്പിട്ടിട്ട് കൊടുക്കടാ പറഞ്ഞു. അവർ 2 മറി എന്നെ വന്നിട്ട് എന്റെ ഓണറിന്റെ വണ്ടി കൊണ്ട് ഇടിച്ചു കൊള്ളുന്നു അടയ്ക്കാൻ വരുന്ന ആളും പറഞ്ഞു. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് SP കടക്കം പരാതി കൊടുത്തിട്ടും ഒന്നും ആയിട്ടില്ല. സാറേ, എനിക്ക് ഒന്നും അറിയില്ല, എനിക്ക് ഇത് നിങ്ങളുടെ അവിടെ കൊണ്ട് തരണോ എന്താണെന്ന് എനിക്കൊന്നും അറിയില്ല. ഞാനിത് മീനാക്ഷി വരെ മാത്രം അവർ അന്വേഷിക്കാം, ഈ ചാനലുകാരനെ ഒന്നും വിളിക്കണ്ട, ഞങ്ങൾ പൈസ വാങ്ങിത്തരാം. ജനുവരിയിൽ മകളുടെ കല്യാണം നടക്കാനിരിക്കെ എന്തു ചെയ്യണമെന്നറിയാതെ കഴിയുകയാണ് രാമദാസ് ഇപ്പോൾ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വിവിധ ബാങ്കുകളുടെ ATM കൗണ്ടറുകളിൽ നിന്നും 3.5 ലക്ഷം രൂപ തട്ടിയെടുത്ത ATM സർവീസ് എഞ്ചിനീയർ പോലീസിന്റെ പിടിയിലായി. ആലുവ സ്വദേശി വിനോദ് ജെറോബിനാണ് കാസർഗോഡ് അറസ്റ്റിലായത്. തെളിയിക്കപ്പെടാത്ത മറ്റു ചില ATM കവർച്ചാ സംഭവങ്ങളിലും വിനോദിന് പങ്കുള്ളതായി പോലീസ് സംശയിക്കുന്നു. അന്വേഷണം തുടരുകയാണ്. കാനറ ബാങ്കിന്റെ കാസർഗോഡ് ബദിയടുക്ക ശാഖയുടെ ATM കൗണ്ടറിൽ നിന്നും 1 ലക്ഷം രൂപ കവർ ചെയ്യപ്പെട്ട സംഭവത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് വിനോദ് ജെറോബിൻ പിടിയിലാകുന്നത്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എഞ്ചിനീയറായ 25-കാരനായ വിനോദ് ഡൈബോട്ട് കമ്പനിയുടെ സ്റ്റാഫാണ്. ബാങ്ക് അധികൃതർ ബദിയടുക്ക പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് കാസർഗോഡ് CI PK സുധാകരന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് വിനോദ് പിടിയിലാകുന്നത്. ATMന്റെ താക്കോൽ ഉപയോഗിച്ചും പാസ്വേഡ് മനസ്സിലാക്കിയുമാണ് ഇയാൾ പണം അപഹരിച്ചതെന്ന് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് കണ്ടെത്തി. തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ചതായി അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ ശ്രീനിവാസ് പറഞ്ഞു. ഒരു സാമ്പ്രദായിക മോഷണ പോലെ കണ്ടിട്ടില്ല, പുറത്തുനിന്ന് വന്നിട്ട് ആരോ മോഷ്ടിച്ച പോലെ കാണത്തില്ല, ആരൊക്കെ ഉള്ളിലുള്ള ആൾക്കാർ തന്നെ എന്നിട്ടാണ് മനസ്സിലാക്കിയത്. ഈ റിപ്പയർ ചെയ്യാൻ ആൾക്കാർ സർവീസ് എഞ്ചിനീയർമാർ ഉണ്ടാവും. അങ്ങനെയാണ് സർവീസ് എഞ്ചിനീയർ പോവുക. സർവീസ് എഞ്ചിനീയർമാർക്ക് ഫിസിക്കൽ താക്കോല കിട്ടി, കുറച്ച് ലാക്സിറ്റി ആയതുകൊണ്ട് പിന്നെ അദ്ദേഹം എളുപ്പത്തിൽ ഒരു തവണ സംസാരിക്കുമ്പോൾ ആ പാസ്വേഡ് മനസ്സിലാക്കി. സോ ലാസ്റ്റ് മന്ത് കഴിഞ്ഞ തവണ എന്ത് ചെയ്തു, 15/5/2015 പുലർച്ചെ 6:45 പോയിട്ട് പൈസ എടുത്തു. ഇപ്പൊ പറയപ്പെടുന്ന അത്ര പൈസ അദ്ദേഹം എടുത്തതായി അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. കാനറ ബാങ്കിന് പുറമെ ഓസ്തുർക്കിലെ SPT ബ്രാഞ്ചിലെയും ഗ്രാമീണ ബാങ്കിന്റെയും ATMകളിൽ സമാന രീതിയിൽ വിനോദ് തട്ടിപ്പ് നടത്തിയതായും പോലീസ് കണ്ടെത്തി. 3.5 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് ഇതിനകം കണ്ടെത്തിയത്. സമാന നിലയിലുള്ള മറ്റ് സംഭവങ്ങളും പോലീസ് അന്വേഷിച്ചു വരുന്നതായി ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കൊല്ലം ചവറ KMML ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ സംഭവത്തിൽ പരാതി നൽകി മാസങ്ങൾ പിന്നിട്ടിട്ടും പോലീസിന്റെ നടപടിയില്ല. കൊല്ലം ശാസ്താംകോട്ട സ്വദേശിനി രാജശ്രീക്കും ഭർത്താവിനുമെതിരെയാണ് പരാതിയുള്ളത്. മുഖ്യമന്ത്രിയുമായി ബന്ധമുണ്ടെന്ന് വിശ്വസിച്ചായിരുന്നു ജോലി തട്ടിപ്പ്. കൊല്ലം ശാസ്താംകോട്ട സ്വദേശികളായ മാധവൻപിള്ള, ശങ്കരൻകുട്ടി, മൈനാഗപ്പള്ളി സ്വദേശിനി ഉഷാ രാജീവ്, കോഴിക്കോട് സ്വദേശിനി ജഗദമ്മ എന്നിവരാണ് ശാസ്താംകോട്ട ശൂരനാട് പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകിയത്. 2012-2013 വർഷങ്ങളിൽ കൊല്ലം ചവറ KMML ജോലി വാഗ്ദാനം ചെയ്ത് ശാസ്താംകോട്ട സ്വദേശിനി രാജശ്രീയും ഭർത്താവും പരാതിക്കാരിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങി വഞ്ചിച്ചെന്നാണ് പരാതി. മാധവൻപിള്ളയുടെ മകന് KMML സ്ഥിരം ജോലി തരപ്പെടുത്താമെന്ന് വാഗ്ദാനം നൽകി 5 ലക്ഷം രൂപയും ജഗദമ്മയുടെ മകന് ജോലി വാഗ്ദാനം ചെയ്ത് 7 ലക്ഷം രൂപയും ഇതേ വാഗ്ദാനം നൽകി ശങ്കരൻകുട്ടിയിൽ നിന്ന് 4 ലക്ഷവും ഉഷാരാജീവിൽ നിന്ന് 1 ലക്ഷവും വാങ്ങി കബളിപ്പിക്കുകയായിരുന്നു. പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ ഗുണ്ടകളെ ഉപയോഗിച്ച് ആക്രമിച്ചുവെന്നും പണം നഷ്ടപ്പെട്ടവർ പറഞ്ഞു. തട്ടിപ്പിന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ പേരും ദമ്പതികൾ ഉപയോഗിച്ചതായും അവർ പറഞ്ഞു. അങ്ങനെ അവനും അവന്റെ ഭാര്യയും കൂടെ വന്നാണ് കാശ് വാങ്ങിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് റെക്കോർഡ് വേണമെന്ന് പറഞ്ഞു. ഞങ്ങളിത് പാർട്ടിക്കാരെ എല്ലാവരും വീതിച്ചെടുക്കുകയാണ്, അപ്പൊ അതുകൊണ്ട് ഞാൻ റെക്കോർഡൊന്നും തരാൻ പറ്റിയില്ല. അപ്പോൾ ഇല്ല, നമുക്ക് ഇച്ചിരി പൈസ ചിലവാകും. പാർട്ടിയുടെ ബേസിൽ അവിടെ യൂണിയനും ഒക്കെ ആയിട്ട് എനിക്ക് ബന്ധമുണ്ട്, പാർട്ടിയായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് ഞാനത് വാഗ്ദാനം ചെയ്യുന്നത് വാങ്ങുമല്ലോ. അങ്ങനെ എന്നോട് 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് ഞാൻ 4 ലക്ഷം രൂപ കൊടുത്തു. പണയങ്ങളൊക്കെ വെച്ചു 1 ലക്ഷം രൂപ ഈ രാജശ്രീയുടെ കൊടുക്കുന്നത്. അപ്പോൾ ജോലിയും കിട്ടിയില്ല, പൈസയും കിട്ടിയില്ല. അങ്ങനെ സുധീർ ജേക്കബും മുഖ്യമന്ത്രിയും വിഷ്ണുനാഥ് MLAയും
ഇങ്ങനെയൊക്കെയുള്ള പരിചയക്കാരുണ്ട്, ഇവരുടെയൊക്കെ കെയർ ഓഫിൽ നമ്മൾ പൈസ കൊടുത്താൽ, ഇവർക്കൊക്കെ പൈസ കൊടുത്താൽ ജോലി എളുപ്പമാകും എന്നും പറഞ്ഞിട്ടൊക്കെയാണ് പൈസ മേടിച്ചത്. പരാതി നൽകി 6 മാസം പിന്നിട്ടിട്ടും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് തിരുവനന്തപുരം റേഞ്ച് ഐജിക്കും പണം നഷ്ടപ്പെട്ടവർ വീണ്ടും പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പത്തനംതിട്ട കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ചികിത്സ ലഭിക്കാതെ യുവാവ് മരിച്ചതായി പരാതി. നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിലെത്തിയ യുവാവിനെ ചികിത്സിക്കാൻ ഓണാഘോഷത്തിലായിരുന്ന ഡോക്ടർമാർ തയ്യാറായില്ല എന്നാണ് പരാതി. സംഭവത്തിൽ വലിയ പ്രതിഷേധമുയരുകയാണ്. കാഴ്ചയുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. പത്തനംതിട്ട കോഴഞ്ചേരിയിലാണ് ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്ന് യുവാവ് മരിച്ചത്. കോഴഞ്ചേരി ഇടപ്പാവൂർ സ്വദേശി മനോജാണ് ദാരുണമായ അന്ത്യത്തിന് കീഴടങ്ങിയത്. വൈകിട്ട് ഇടപ്പാവൂർ ജംഗ്ഷനിൽ വെച്ച് നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഓട്ടോയിൽ ജില്ലാ ആശുപത്രിയിലെത്തിയ മനോജിനെ ഓണാഘോഷത്തിൽ പങ്കെടുത്തിരുന്ന ഡോക്ടർമാർ ചികിത്സിക്കാൻ തയ്യാറായില്ല എന്നാണ് പരാതി. മനോജിനെ ആശുപത്രിയിലെത്തിച്ച ഓട്ടോ ഡ്രൈവർ വീണുണ്ട്. ഞാനും രാജഗോപാൽ സാറും സാറിന്റെ കൂടെ ഉണ്ടായിരുന്നതും ഡ്യൂട്ടി ചെന്ന് നേഴ്സിനെ വിളിച്ചതും 2 മിനിറ്റ് കഴിഞ്ഞാൽ നേഴ്സ് വന്നത്. ഞങ്ങൾ താങ്ങി പിടിച്ച ആ ബെഡേ കൊണ്ട് കിടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് മരിച്ചെന്ന് കൊണ്ട് എന്നോട് പറഞ്ഞു ECG എടുക്കണം. ECG മൈക്രോലാബിൽ പോയി ഒരു സ്റ്റാഫിനെ വിളിക്കാൻ പറഞ്ഞു. മൈക്രോലാബിൽ ഞാൻ ഓടിപ്പോയി ഒരു സ്റ്റാഫിനെ വിളിച്ചുകൊണ്ട് വന്നു. സ്റ്റാഫിനെ വിളിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് റിസൾട്ട് ചോദിച്ചവൻ പറഞ്ഞു ഡെഡാണ് ആള് എന്നാണ് പറഞ്ഞത്. അപ്പോഴത്തേക്ക് ആൾ മരിച്ചിരുന്നു. ഡോക്ടേഴ്സിനെ വിളിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഓണാഘോഷ പരിപാടിയാണ്, മരിക്കേണ്ടവർ മരിക്കും. ഇങ്ങനെയൊക്കെയാണ് അവിടുന്ന് നമുക്ക് കിട്ടിയത് തോന്നുന്നു. കോഴഞ്ചേരിയിലെ സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പൈലറ്റ് വാഹനം ഇടിച്ച് ആശുപത്രിയിൽ കഴിയുന്ന ആളെ കാണാനെത്തിയ മുൻ ആറന്മുള MLA കൂടിയായ KC രാജഗോപാൽ മനോജിന്റെ അവസ്ഥ മനസ്സിലാക്കി ഡോക്ടർമാരെ സമീപിച്ചെങ്കിലും നിഷേധാത്മക നിലപാടാണ് ഡോക്ടർമാർ സ്വീകരിച്ചത്. ഈ രോഗി അത്യാവശ്യം വന്നിരിക്കുന്നു, ആരെങ്കിലും നോക്കണമെന്ന് പറഞ്ഞപ്പോൾ അവരോട് പറഞ്ഞത് അങ്ങനെ ആൾക്കാർ മരിക്കുകയും ഒക്കെ ചെയ്യും. ഞാൻ ഓണം ആഘോഷിച്ചപ്പോൾ ഈ സമയമാണ് ഇദ്ദേഹം മരിക്കുന്നത്. മരണസമയത്ത് ഞങ്ങൾ രണ്ടുപേരും ഒരു കൂട്ടിനായിട്ട് മരണം കഴിഞ്ഞ് പിന്നെ അദ്ദേഹത്തിന്റെ പ്രഷർ നോക്കുന്നു, ഷുഗർ നോക്കുന്നു, പിന്നെ ECG നോക്കുന്നു. ECG നോക്കി നേഴ്സുമാർ പറഞ്ഞ് ECG ഒന്നും കാണാനില്ല. അങ്ങനെയാണ് മരണം. ആശുപത്രിയിലെ ഡോക്ടർമാരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് ആശുപത്രിക്ക് മുന്നിൽ സംഭവം അറിഞ്ഞെത്തിയ CPIM പ്രവർത്തകർ തടിച്ചുകൂടി മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിച്ചു. തുടർന്ന് ഡെപ്യൂട്ടി കളക്ടറുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.